OTT-യിൽ മാർക്കോ വന്നതിന് ശേഷം അത് കാണുകയും ചെയ്തിട്ട് പറമ്പ് കൂടിയൊക്കെ ഇങ്ങനെ നടക്കുക. ഞാനാണ് മാർക്കോ എന്ന് പറഞ്ഞ് മുണ്ടും മടക്കു തുത്തിയിട്ട് നടക്കുന്ന റഹ്മത്ത് ഖാനെ പിടിച്ചിട്ട് പുരയിലും ആക്കി. അങ്ങനെ സ്കൂളിലേക്ക് പോയിട്ട് ചെമ്പശ്ശേരി വന്നതിനെ കൊണ്ട് അതിൽ കയറി ഇരുന്ന്. ഇന്ന് കുറച്ച് നേരത്തെയാണ് എന്താ വെച്ചുകൊണ്ട് വണ്ടീൻ്റെ ബ്രേക്കുള്ളതിനെ കൊണ്ട് ലേറ്റ് ഒന്ന് സെറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ട് ചെമ്പശ്ശേരിയുള്ള വത്സ ടെമ്പിളേയും കൊണ്ട് പോയത് കേട്ടോ. അങ്ങനെയെല്ലാം കൂടി ബ്രേക്ക് പിടിച്ചാൽ ലേറ്റ് എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് നമ്മൾ നേരെ അടങ്ങ് പോയി അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അടുത്ത വർക്ക്ഷോപ്പ് ആയിരുന്നു. പിന്നെ എല്ലാം കൂടി ഷംസു കണ്ടുപിടുന്ന് ഗോതമ്പ് ഇടുന്ന കിട്ടാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തലകുണാക്കുന്നു. വത്സേട്ടനാണ് എന്തെല്ലോ അഭിപ്രായങ്ങളും പറയുന്നത്. അങ്ങനെ ലത്തീൻ്റെ അടുത്ത് ഒരു ഷംസുക്കെ പറഞ്ഞു ഗോതമ്പ് ഇട കിട്ടും റേഷൻ പീടിയെ കിട്ടും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു പണി നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താക്കണം വില കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ കോട്ട് ഊരിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ് എടുത്ത് നോക്കുന്നവർ അവിടെ കുപ്പിയുള്ളത്. അങ്ങനെ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഗ്ലാസ് എല്ലാവരും എടുത്തോണ്ടെന്ന് അങ്ങനെ കുപ്പി കട്ട് ചെയ്ത് വെച്ചാന്ന്. അങ്ങനെ ഒന്നും നോക്കട്ടെ ഷംസു ഖാൻ നമ്മളെ ലത്തി പണിയെടുക്കുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കുന്നത് ഷംസു കാട് കുത്തിരുന്ന് നന്നായിട്ട് ഉറങ്ങി ലത്തി നന്നായിട്ട് പണിയെടുത്തിട്ടോ. അങ്ങനെ ഷംസു കാടുന്ന് പോവുകയാണ്. അത് വത്സേട്ടന് തീരെ ഇഷ്ടമായിക്കില്ല. അങ്ങനെയെല്ലാം കൂടിയുണ്ട് വലിയ രണ്ടാൾ എന്താ കളിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിക്കില്ല. അങ്ങനെ ആദ്യം തലക്ക് കൊടുക്കാണ്ട് ഞാൻ അവിടെ പോയി നോക്കുന്ന രണ്ട് മൂപ്പർ നന്നായിട്ട് പണിയെടുക്കുന്നത് ആരും നോക്കിയിരിക്കുന്നത് വത്സേട്ടൻ അധികം വത്സമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കല്ലേ. പിന്നെ ഒരു രക്ഷയില്ല മക്കളെ. ഇവർ രണ്ടാളെല്ലാം കൂടി മൂന്നാളായി എന്ന് പറഞ്ഞ അവസ്ഥ. അങ്ങനെ ലേറ്റൊക്കെ കത്തിയതിനു ശേഷം വത്സേട്ടൻ പറഞ്ഞുകൊണ്ട് എന്നാൽ നമ്മൾ പോവല്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പൈസ കൊടുത്തിട്ട് ഇങ്ങ് പോരിയെന്ന്. അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വത്സേട്ടനോട് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരോടും ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്ക് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.